വ്യത്യസ്തങ്ങളായ സ്ട്രീമിംഗ് ചാനലുകളിൽ ഫെബ്രുവരി മാസം പ്രദർശിപ്പിക്കുന്ന ചില സിനിമകളെ പരിചയപ്പെടുത്തട്ടെ. മാർക്കോ 2024 അവസാനം പുറത്തിറങ്ങിയ ഉണ്ണി മുകുന്ദൻ ഹിറ്റ് ചിത്രമായ മാർക്കോ സോണി ലിവിലൂടെ ഫെബ്രുവരി 14 സ്ട്രീമിംഗ് ആരംഭിക്കും. സെൻസർ ബോർഡ് ഡിലീറ്റ് ചെയ്ത പല സീനുകളും ഉൾപ്പെടുത്തിയാണ് സ്ട്രീമിംഗ് എന്ന് അവകാശപ്പെടുന്നു. രേഖാചിത്രം 2025 ജനുവരിയിൽ പുറത്തിറങ്ങിയ 28 മലയാള ചിത്രങ്ങളിൽ ലാഭം ലഭിച്ച ഏക ചിത്രമാണ് രേഖാചിത്രം. ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. സോണി ലീവാണ് OTT സ്ട്രീമിംഗ്. മദ്രാസുകാരൻ മലയാളി താരം ഷെയ്ൻ നിഗത്തെ നായകനാക്കി പുറത്തു വന്ന തമിഴ് ചിത്രമാണ് മദ്രാസുകാരൻ. OTT റിലീസിലേക്ക് എത്തിയ മദ്രാസുകാരൻ ഫെബ്രുവരി 7 മുതൽ ആഹാ തമിഴ് ആണ് സ്ട്രീമിംഗ് നടത്തുന്നത്. മിസ്സിസ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന മലയാള ചിത്രത്തിൻ്റെ ഹിന്ദി റീമേക്കാണ് മിസ്സിസ്. സന്യ മൽഹോത്ര കേന്ദ്ര കഥാപാത്രമായിരിക്കുന്ന ചിത്രം ഫെബ്രുവരി 7 C5 OTT സ്ട്രീമിംഗ് ആരംഭിച്ചു. വല്യേട്ടൻ 4K ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി ചിത്രമായ വല്യേട്ടൻ്റെ 4K റീ റിലീസ് പുറത്തിറങ്ങിയിരുന്നു. ഫെബ്രുവരി 7 മുതൽ മനോരമ മാക്സിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. രഞ്ജിത്താണ് തിരക്കഥ. അനുജ ഓസ്കാർ നോമിനേറ്റഡ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം അനുജ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീമിംഗ് നടത്തുന്നത്. ഡിയർ ഫ്രണ്ട് നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്ത് ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, ദശന രാജേന്ദ്രൻ എന്നിവർ അഭിനയിച്ച ഡിയർ ഫ്രണ്ട് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ചെയ്യുന്നു. ഡാക്കു മഹാരാജ 100 കോടി ക്ലബിൽ ഇടം തേടി ഇപ്പോഴും തിയേറ്ററിൽ തുടരുന്ന നന്ദമുരി ബാലകൃഷ്ണ ചിത്രം ഡാക്കു മഹാരാജ ഈ മാസം തന്നെ OTTയിലെത്തും. കാതലിക്കാൻ നേരമില്ലേ ജയം രവി നിത്യമേനോൻ ജോഡിയുടെ തമിഴ് ചിത്രം കാത്തലിക്കാൻ നേരമില്ലേ ഫെബ്രുവരി 14 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധിയുടെ ഭാര്യ കിരുതികയാണ് ചിത്രത്തിൻ്റെ സംവിധായിക. കോബാലി തെലുങ്ക് ത്രില്ലർ കോബാലി ഫെബ്രുവരി 4 മുതൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. രവി പ്രകാശാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഐഡൻറ്റിറ്റി തൃഷാകൃഷ്ണൻ, ടോവിനോ തോമസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിർമ്മിച്ച മലയാള ചിത്രം C5 ജനുവരി അവസാനം മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഡീസൻ ED സുരാജ് വെഞ്ഞാറമൂട്, ഗ്രേസ് ആൻ്റണി ചിത്രമായ ED ഉടൻ തന്നെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് പറയപ്പെടുന്നു.